friends, welcome back to my channel, your online teacher. അപ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ പാഠം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നോക്കി. രണ്ടാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം. അല്ലാതെ യൂട്ടിലിറ്റിയെ പറ്റി പഠിക്കണം. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയുക്തത. ഒരാളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഇതിൽ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട്, ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും നമുക്ക് പഠിക്കാനുണ്ട്. ഉപയുക്തത രണ്ട് തിയറിയാണ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷൽ ആണ് കൊണ്ടുവന്നത്. അല്ല, ആൽഫ്രഡ് മാർഷൽ പറയുന്നത് യൂട്ടിലിറ്റി ക്യാൻ ബി കാർഡിനലി മെഷേർഡ്. നമുക്ക് കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റും, ഇതിന് നമ്പറൊക്കെ കൊടുക്കാൻ പറ്റും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഉണ്ട്, അത് ആരുടേതാണ്? J.R. ഹിക്സിൻ്റേതാണ്. അതിൽ പുള്ളിക്കാരൻ പറയുന്നത് യൂട്ടിലിറ്റി അങ്ങനെ കാർഡിനലി മെഷർ ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ ക്യാൻ ബി റാങ്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ. ഇവിടെ ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നുണ്ട് കേട്ടോ. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, അതായത് അപജയ സീമാന്ത ഉപയുക്തത നിയമം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു വസ്തുക്കളുടെ ഉപയോഗത്തിൽ മാറ്റമൊന്നും ഇല്ലാതിരിക്കെ ഒരു വസ്തുവിൻ്റെ അളവ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ, വേറൊന്നും മാറ്റണില്ല, ഒരു വസ്തു മാത്രം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിക്കും തോറും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി കാണും. ഇവിടെ 12, 6, 4 അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കുറവിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടു കമ്മോഡിറ്റീസ്, ഒരു കൺസ്യൂമർക്ക് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ ഡസൻ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യില്ല. ദെൻ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിൻ്റെ പ്രോബ്ലം നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് ലൈൻ എന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഇതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ബഡ്ജറ്റ് ലൈൻ കാണുന്നതിനുള്ള ഇക്വേഷൻ P1x1 + P2x2 = m ആണ്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ -P1/P2 ആണ്. ഇനി ബഡ്ജറ്റ് ലൈനിലെ ചേഞ്ചസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻകം മൂലമുള്ള ചേഞ്ചസ് ഉണ്ട്. ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യും? ബഡ്ജറ്റ് ലൈൻ മുകളിലേക്ക് ഷിഫ്റ്റ് ആകും. ഇൻകം കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈൻ താഴേക്ക് ഷിഫ്റ്റ് ആകും. ഓക്കെ, അപ്പോൾ ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ മുകളിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഇൻക്രീസ് ആകും. സ്ലോപ്പിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇൻകം കുറയുമ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും താഴെയാകും, കുറയും, എന്നാലും സ്ലോപ്പിന് അവിടെ മാറ്റം ഉണ്ടാവില്ല. ദെൻ കൺസ്യൂമറുടെ ഒപ്റ്റിമൽ ചോയ്സ് ആണ് അഥവാ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അഥവാ ഉപഭോക്താവിൻ്റെ ഒപ്റ്റിമൽ ചോയ്സ്, സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപഭോക്താവിന്, ഒരു കൺസ്യൂമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പോയിൻ്റ് ആണ് അത്. അതായത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ഉണ്ടാകും, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ ഉണ്ടാകും. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ടാകും. ആ പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിൻ്റ്, സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അവിടെ കൺസ്യൂമർക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇത് 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ 5 മാർക്കിൽ നമുക്ക് ഒരുപാട് എഴുതാനില്ലാത്തതുകൊണ്ട് ആദ്യം ബഡ്ജറ്റ് ലൈനെ പറ്റിയിട്ട് എഴുതാം, പിന്നെ ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ട് എഴുതാം. ദെൻ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് ദ പോയിന്റ് അറ്റ് വിച്ച് ബഡ്ജറ്റ് ലൈൻ ഇസ് ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്, അതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, സോറി. ദെൻ ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിന് പകരം നമുക്ക് ഒന്നും ഉപയോഗിക്കാം. ടീ ആൻഡ് കോഫി. കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് വെച്ചാൽ രണ്ടും ഒരേ സമയത്ത് വേണം. കാർ ആൻഡ് പെട്രോൾ. ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്താ പറയുന്നത്? പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. നോർമൽ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഗുഡും അതുപോലെ നോർമൽ ഗുഡിൻ്റെ പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉള്ളത്. വില കൂടുമ്പോൾ നോർമൽ ഗുഡിൻ്റെ ഡിമാൻഡ് കുറയും. എക്സാമ്പിൾ എല്ലാ ഐറ്റവും നമുക്ക് പറയാം. ബട്ട് ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോ ക്വാളിറ്റി ഗുഡ്സ് ആണ്. ഒരാളുടെ ഇൻകം കുറയുന്ന സമയത്താണ് ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നത്. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂള് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ വരച്ചില്ലെങ്കിലും ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് കൂടാതെ ഇനി പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ ഉണ്ട്. അതെല്ലാം സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പെട്ടെന്നൊരു ഡബിൾ പാസിനൊക്കെ വേണ്ട ഒരു തിയറി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണിത്. വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.